ഞാൻ ഒരു സംഭവം പറയാം. ഒരിക്കൽ നബിതങ്ങൾ ഇങ്ങനെ ഒരു സഭയിൽ ഇരിക്കുക. അപ്പണ്ട് ഒരു മധ്യവയസ്കനായ ഒരാൾ, ഏകദേശം ഒരു ചെറിയ വയസ്സ് ഒരാൾ, അയാളിങ്ങനെ നടന്നിട്ട് ഓനോട് കൈയാണിച്ച് ഇത് നബിതങ്ങൾ കണ്ടു. അപ്പൊ നബിതങ്ങൾ ഓനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? നബിയെ പട്ടിണിയാണ്, ജീവിതത്തിന് വഴിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കണത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവനോട് ചോദിക്കണ്ട്, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. അപ്പൊ ചോദിച്ചു, ഒന്നുമില്ല. നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അവിടെ ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഒരു വീടുണ്ടാകുമോ? എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പൊ പറഞ്ഞു, നബിയെ വീട്ടില് ഒരു ഉടുപ്പുണ്ട്, ഒരു പുതപ്പ്, അതെന്നെ ഉള്ളൂ. പിന്നെന്താ ഉള്ളത്? ഒരു വെള്ളം കുടിച്ചണ പാത്രം ഉണ്ട്. ആകെ ആ വീട്ടിലെന്തോളൂ? ഒരു വെള്ളം കുടിക്കണ പാത്രം, ഒരു ഉടുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് എരപ്പന്റെ പുതപ്പ് പറഞ്ഞത്. റോഡ് സൈഡിൽ കടന്നുറങ്ങുന്ന ഒരു ചങ്ങായി ഒരു ദിവസം പറഞ്ഞു, പോലീസിൽ പോയിട്ട് പറഞ്ഞു, ഇന്റെ ഉടുപ്പും കാണാനില്ല, വിരിപ്പും കാണാനില്ല, പുതപ്പും കാണാനില്ല. പോലീസുകാരൻ സങ്കടപ്പെട്ടത് അന്വേഷിച്ചെല്ലാം കൂടി നോക്കുമ്പോ ഒന്ന് കിട്ടി, ബാക്കി രണ്ടെണ്ണം കിട്ടണില്ല. ഒന്ന് കിട്ടി, ബാക്കി രണ്ടെണ്ണം കിട്ടില്ല. എങ്ങനെ അന്വേഷിച്ചിട്ടു? അപ്പൊ എന്താ സംഗതി? ഒന്ന് തന്നെയാണ് മൂന്ന്. ഇവൻ നടക്കണ സമയത്ത് ആ തുണി ഉടുക്കും, അപ്പൊ ഉടുപ്പായി. കടക്കാൻ നേരത്തെ വിരിക്കും, അപ്പൊ വിരിപ്പായി. കുറച്ച് കഴിഞ്ഞ് തണുപ്പ് വരുമ്പോ പുതക്കും, അപ്പൊ ഏതുമായി? പുതപ്പുമായി. അതാണ് എന്റെ ഉടുപ്പും പോയി, പുതപ്പും പോയി, വിരിപ്പും പോയി. ഇതാണ് ഈ എരപ്പന്റെ പുതപ്പ്. ചില കേസ് അങ്ങനെ ഉണ്ടാവും, പോലീസ് അന്വേഷിച്ചാലും കിട്ടാത്തത്. പണ്ട് വയനാട് തരുവണയിൽ മുസ്ലിമീങ്ങളും മറ്റുള്ളവരും ഒരു തല്ലുണ്ടായി, ഭയങ്കര തല്ല്. അപ്പൊ പോലീസ് വണ്ടി കൊണ്ടുപോയി നിർത്തി. പോലീസുകാരിങ്ങനെ നോക്കി, ആരാണ് ഈ തല്ലിന് നേതൃത്വം കൊടുക്കുന്നത്? അപ്പൊ മുസ്ലിമീങ്ങളൊക്കെ മൊയ്തീൻ ഷേഖ് എന്ന് പറഞ്ഞിട്ടാണ് തല്ലണത്. അപ്പൊ ഒന്നാം പ്രതിയായിട്ട് മൊയ്തീൻ ഷേഖിനെ ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ചില സംഗതികൾ അങ്ങനെ. നബി മുഹമ്മദ് മുസ്തഫ ആ സാധുവായ മനുഷ്യനോട് ചോദിച്ചു, എന്താ എന്റെ വീട്ടിലുള്ളത്? ഒരു ഉടുപ്പുണ്ട്, അത് കൊണ്ടുവരാം. ഒരു വെള്ളം കുടിക്കണ പാത്രം ഉണ്ട്, അത് കൊണ്ടുവരാം. അത് രണ്ടും കൊണ്ടുവന്നപ്പോ നബി തങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു സ്വഹാബാക്കളോട്, നിങ്ങളെ കൂട്ടത്തിൽ ഇതാർക്കാണ് വേണ്ടത്? അപ്പൊ ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ, ഒരു ദിർഹമിന് ഞാൻ വാങ്ങിക്കൊള്ളാം, ഒരു ദിർഹമിന് ഞാൻ വാങ്ങാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അധിക വില ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അപ്പൊ വേറൊരു സ്വഹാബി പറഞ്ഞു, ഞാൻ 2 ദിർഹം കൊടുത്തോളാം. ഞാൻ 2 ദിർഹം കൊടുത്തു. 2 ദിർഹമിന് നബി തങ്ങൾ അത് വിറ്റു. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എരന്ന് ജീവിക്കേണ്ടവരല്ല, നമ്മൾ കൈ കാണിച്ച് ജീവിക്കേണ്ടവരല്ല. മുത്ത് നബി നമ്മളെ ഇഷ്ടപ്പെടുന്ന റഹ്മത്ത് നോക്കിക്കോളി. എന്താ? റസൂലുള്ളാഹി തങ്ങളെ 2 ദിർഹമിന് വിറ്റിട്ട് അയാളോട് പറഞ്ഞു, ഈ 2 ദിർഹം ഇയാളെ കൈ കൊടുത്തിട്ടാണ്, 1 ദിർഹമിന് ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം. 1 ദിർഹമിന് ഒരു മഴു വാങ്ങിയിട്ട് ഇവിടെ വാങ്ങാം. 1 ദിർഹമിന് ഏത് വാങ്ങാം? മഴു വാങ്ങാം. മറ്റേ ദിർഹമിന് ഭക്ഷണം വാങ്ങാം. ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടിൽ കൊടുത്തിട്ട് മഴു വാങ്ങിയിട്ട് വാങ്ങും. അയാൾ പോയി മാർക്കറ്റിൽ പോയി ഭക്ഷണം വാങ്ങി വീട്ടിൽ കൊടുത്തു. 1 ദിർഹമിന് മഴു വാങ്ങി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. നബി തങ്ങൾ എന്ത് ചെയ്തോരോ, ഈത്തപ്പനയുടെ ഒരു പ്രത്യേക ഇന്നുണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഈ മഴുവിന് തായിട്ടിട്ട് അയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 15 ദിവസത്തിന് നിന്നെ ഇവിടെ കാണാൻ പാടില്ല. നീ കാട്ടിൽ കയറിയിട്ട് വിറക് വെട്ടിയിട്ട് വിറക് അങ്ങാടിയിൽ വിൽക്കാം, എന്നിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ജീവിക്കണം. 15 ദിവസം നിന്നെ ഇവിടെ പരിസരത്ത് കാണാൻ പാടില്ല. അല്ലാഹു റബ്ബി. നബിതങ്ങൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം മഴവും കൊണ്ട് കാട്ടിൽ കയറി വിറക് വെട്ടി അങ്ങാടിയിൽ വിറ്റു. വീണ്ടും പോയി വിറക് വെട്ടി അങ്ങാടിയിൽ വിറ്റു. വീണ്ടും പോയി വിറക് വെട്ടി അങ്ങാടിയിൽ വിറ്റു. നിങ്ങൾക്കറിയോ, 15 ദിവസം റസൂലുള്ളാഹി പറഞ്ഞത്. 10ാമത്തെയോ 12ാമത്തെയോ ദിവസം, 10ാമത്തെയോ 12ാമത്തെയോ ദിവസമായിട്ടുള്ളൂ. അപ്പണ്ട് അയാൾ ഇങ്ങനെ വരുന്നു. എങ്ങനെ വരുന്നതെന്ന് അറിയോ? നിങ്ങൾ ഗൾഫുകാർ വരുന്ന മാതിരി. എങ്ങനെ ഗൾഫുകാർ വരല്? ഗൾഫുകാർ ഇങ്ങനെ കയ്യും വീശിയിട്ട് ഒന്നുമില്ലാതെ വരുന്നത് നിങ്ങൾ കണ്ടില്ല. പിന്നെ എങ്ങനെ വരിക? 2 പെട്ടിണ്ടാവും, ഒരു വലിയ ലഗേജ്, പിന്നൊന്നോ ഒരു ഹാൻഡ് ബാഗ്, ബ്രീഫ് കേസ്. ഇത് വലുതും ഇത് ചെറുതും. യഥാർത്ഥത്തിൽ വലുതേതാ? യഥാർത്ഥത്തിൽ ഇതാണ് വലുത്. അല്ലാഹു റബ്ബി. ഇരിക്കട്ടെ. അപ്പോ 2 കീസ് വെച്ച് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ആ പോയ ആളുണ്ടല്ലോ, ആ എരന്ന് നടന്നീന ആളുടെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് 12 ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ 2 കീസിൽ ഇങ്ങനെ
അങ്ങനെ ഉഷാറാക്കി പിടിച്ചിട്ട് ഏത് നവയ സാധനം വാങ്ങിയിട്ട് പിടിക്കാൻ പഞ്ചായത്ത് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അല്ലാ, ഗൾഫുകാരൊക്കെ നാട്ടിൽ വരുമ്പോ പെണ്ണുങ്ങൾ നോക്കാം, മുഖത്തേക്ക് നോക്കണേക്കാളും പെട്ടിമക്ക നോക്കാം. അത് പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഞാമത്താണ്, നിങ്ങൾ കുറ്റം പറയുന്നതാണ്. അത് അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമല്ല, ഒരുപ്പോ നോക്കാതൊക്കെ അല്ലേ. ഞങ്ങൾ ഈ മൂല്യന്മാർക്കൊണ്ട് അങ്ങനെ അനുഭവം. ദൂരഭാഗത്ത് ജോലി ചെയ്യണം മൂല്യന്മാരുണ്ടാവും, കണ്ണൂരും കാസർഗോഡൊക്കെ പോയിട്ട്. ഇപ്പൊ മൂല്യാർ വരുമ്പോ പെണ്ണുങ്ങളും ഇങ്ങനെ നോക്കും, എന്തെങ്കിലും കയ്യിലുണ്ടോ ബാഗ്. ഒരു ദിവസം മൂല്യാർ വന്നപ്പോ വലിയൊരു ബാഗ് വെച്ചാ വരും. അപ്പോൾ ഓള് മൂല്യാരെ കണ്ടപ്പോ തന്നെ അങ്ങോട്ടാണ്ട് ഇറങ്ങിച്ചെന്ന് സിറ്റ് ഔട്ടിന്ന്. അല്ലാ, ഭയങ്കര ഒരു സ്വീകരണം മറ്റൊക്കെ ഈ വലിയ ലഗേജ് കണ്ടപ്പോഴേ സന്തോഷമായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ചൂടുള്ളതാ പച്ചവെള്ളം വണ്ടിയെന്ന് വെച്ചു. അതൊന്നും സാധാരണ ചോദിക്കാത്തതാണ്. അപ്പൊ ഏതായാലും എന്നാ ചൂടുള്ളതായിക്കോട്ടെ, എന്നാ ഒരു കട്ടൻ ചായ ഉണ്ടാക്കട്ടെ എന്ന് ഓള് കട്ടൻ ചായ ഉണ്ടാക്കാൻ പോയി. മൂപ്പര് ബാത്റൂമുക്കും പോയി. ഇവള് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിങ്ങാണ്ട് മൂപ്പര് ബാത്റൂമിൽ കയറിയ അടിയിൽ ഈ ബാഗിൽ ഇന്ത്യക്കാരൻ പഠിച്ചവനെ ഒരു പൂതി ഉണ്ടാവുമല്ലോ. മൂപ്പര് ബാത്റൂമിൽ നിൽക്കുന്ന അടിയിൽ മെല്ലെ ആ ബാഗിന്റെ ചെയിനൊന്ന് തുറന്നു നോക്കി. നോക്കുമ്പോ എന്താ നിങ്ങള് ജോലി സ്ഥലത്ത് നിന്ന് പിരിച്ചു വിട്ടിട്ട് പഴയ തലക്കണിയും പുറപ്പൊക്കെയാണ്. അല്ലാ, ലഗേജ് കണ്ട് ചിരിച്ചാൻ നിൽക്കരുതിട്ടാ. ലഗേജ് കണ്ടുകാണ്ടല്ല ചിരിച്ചാൻ നിൽക്കേണ്ടത്. ആളെ മുഖത്ത് നോക്കിയിട്ട് മനസ്സ് നോക്കി ചിരിക്കാൻ അറിയണം. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ ഹൈറ് കൊടുക്കട്ടെ. ഇരിക്കട്ടെ. അപ്പോ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ആ സ്വഹാബി വരുന്നത് എങ്ങനെ? 2 കീസ് നിറച്ചിങ്ങനെ സാധനം അത് കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചു. നേരത്തെ ഇറന്ന് നടന്നതിന് ആളയാള് മൂപ്പര് 12 ദിവസം കഴിഞ്ഞപ്പോ ഈ 2 കീസ് വെച്ച് ഇങ്ങനെ വന്ന് നബി തങ്ങൾ ചോദിച്ചു, എന്താ ഇതിൽ ചോദിച്ചു. ഇത് ഭക്ഷണമാണ് നബിയെ, കുടുംബത്തിന് വാങ്ങിയ ഭക്ഷണമാണ്. ഇതിൽ എന്താന്ന് ചോദിച്ചു. കുടുംബക്കാർക്കൊക്കെ ഉള്ള ഡ്രസ്സാണ്. ഒരു കീസിൽ ഡ്രസ്സ്, മറ്റേ കീസിൽ അങ്ങനെ തന്നെയല്ലേ ഗൾഫിൽ നിന്ന് വരല്. ഒന്നിൽ ലഗേജും മറ്റേ നമ്മളെ ഡ്യൂട്ടി ഫ്രീന്ന് നമ്മള് ഇതൊക്കെ പാടെ വാങ്ങി 2 ലഗേജ് വെച്ച് ഇങ്ങനെ വരിക. ഇത് രണ്ടും കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ, ഇനി എൻ്റെ അടുത്ത് പൈസ ബാക്കിയുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി എൻ്റെ അടുത്ത് പൈസ ബാക്കിയുണ്ടോ? അപ്പം മൂപ്പര് പറഞ്ഞു 2 ദിർഹം ബാക്കിയുണ്ട്. ഇതൊക്കെ വാങ്ങിയിട്ട് എത്ര ബാക്കിയുണ്ട്? 2 ദിർഹം ബാക്കിയുണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അവിടെ നിൽക്കുക. ആ കൂടണ്ടതിന് സ്വഹാബാക്കളോട് നബി തങ്ങൾ ചോദിച്ചു, ഇയാളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഉടുപ്പും ഒരു ഗ്ലാസും കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് വിൽപ്പന നടത്തിയാലോ ആരാ വാങ്ങിയത് എന്ന് ചോദിച്ചു. ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ ഞാനാണ് വാങ്ങിയത്. നിന്റെ 2 ദിർഹം നിനക്ക് തിരിച്ചു തരാം, ഇവന്റെ വിരിപ്പിന് തിരിച്ചു കൊടുത്തൂടെ ചോദിച്ചു. നേരത്തെ വിറ്റ സാധനം ഉണ്ടല്ലോ പെരീത്തെ, ഇവൻ വിറ്റ സാധനം തിരിച്ചു കൊടുത്തൂടെ, എന്റെ പൈസ എനിക്ക് തിരിച്ചു തരാം. ആ സ്വഹാബി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, എനിക്ക് 2 ദിർഹം കിട്ടിയാൽ മതി, ഞാൻ തിരിച്ചു കൊടുത്തോളാം. വിറ്റ സാധനം നബി തങ്ങൾ തിരിച്ചു വാങ്ങി ഇയാളെ തന്നെ കൊടുത്തിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് യാത്രയാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മോനെ, നിനക്കിങ്ങനെ കൈ കാണിച്ച് ജീവിക്കുന്നതാണോ, അതല്ല നിനക്ക് ഇതാണോ അന്തസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അധ്വാനിച്ച് ജീവിക്കണം. നബി തങ്ങൾ ഉദ്ദേശിക്കുന്നത് പുരോഗതിയാണ്, അഭിവൃദ്ധിയാണ്, ഉയർച്ചയാണ്, അന്തസ്സാണ്, അഭിമാനമാണ്. അതാണ് മൗലിദ് കിതാബിൽ അന്ത ഇക്സീറും വവാലി അന്ത മിസ്ബാഹുസ് സുദൂരി യാ നബി സലാം